നമസ്കാരം. ഇനിയെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ യുഎസിന്റെ ആയുധങ്ങൾ കണ്ടു മോഹിച്ച് വാങ്ങിക്കൂട്ടരുത്. ആയുധങ്ങൾ മാത്രമേ യുഎസ് കച്ചവടം ചെയ്യൂ. അതിൻ്റെ ടെക്നോളജിയോ അറ്റകുറ്റപ്പണിയോ ഒന്നും കൈമാറില്ല. ഫലമോ ഒന്ന് പിണങ്ങിയാൽ എല്ലാം അവിടെ നിൽക്കും. ബ്രിട്ടന്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആയുധങ്ങൾ നിശ്ചലമാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. ഇത് ബാധിക്കാൻ പോകുന്നത് ബ്രിട്ടന്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രതിരോധ ശേഷിയെ തന്നെയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവ അമേരിക്കയുമായുള്ള സഖ്യം വേർപിരിഞ്ഞാൽ ഉറപ്പായും ഈ രാജ്യങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. അമേരിക്കൻ ആയുധങ്ങളുടെയും ടെക്നോളജിയുടെയും കരുത്തിൽ നിൽക്കുന്ന ഈ രാജ്യങ്ങളെ സംബന്ധിച്ച് അമേരിക്ക സൈനിക സഹകരണവും ആയുധങ്ങൾ നിർത്തിവെക്കുകയും ചെയ്താൽ ഈ രാജ്യങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. കാരണം നിലവിൽ അമേരിക്കയെ പോലെ കരുത്തും സൈനിക ശക്തിയുമുള്ള വേറെ രാജ്യമില്ല എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിലെ നിർണായക ശക്തിയും ഏകദേശം 3 പതിറ്റാണ്ടുകളായി ഏക ആഗോള ശക്തിയുമാണ് അമേരിക്ക. അത്തരത്തിൽ ഇവർ മറ്റു രാജ്യങ്ങൾക്ക് ടെക്നോളജി സഹായങ്ങളും കൊടുക്കാറുണ്ട്. ഇതിൽ ആദ്യത്തേത് A-35 ഫൈറ്റർ വിമാനങ്ങളാണ്. അമേരിക്കയുമായി ഇടഞ്ഞാൽ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾക്കും യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും വെള്ളം കുടിക്കേണ്ടി വരും. കൂടാതെ യൂറോപ്യൻ ശക്തികൾ അമേരിക്കൻ നിർമ്മിത UAVകളും കാര്യമായി ഉപയോഗിക്കുന്നുണ്ട്. നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന UAV ആയ MQ-9 റീപ്പറാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. MQ-9 റീപ്പറിന്റെ സോഫ്റ്റ്വെയറും വലിയ തോതിൽ അമേരിക്കൻ പിന്തുണയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ പിന്തുണയ്ക്ക് എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ അത് റീപ്പറിന്റെ പ്രവർത്തന ശേഷികളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതായത് ഒരു സംഘർഷമോ നയതന്ത്ര പ്രതിസന്ധിയോ ഉണ്ടായാൽ റീപ്പറിന്റെ പ്രവർത്തനശേഷിയെ തളർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് അതിന്റെ ഉപഗ്രഹ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾ നിയന്ത്രിക്കാനോ നിരസിക്കാനോ എളുപ്പത്തിൽ സാധിക്കും. ഇവ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് പ്രധാന വെല്ലുവിളിയായി മാറും. അതുപോലെ തന്നെ ബ്രിട്ടന്റെ ആണവ പ്രതിരോധ സംവിധാനമായ ട്രൈഡന്റ്, അമേരിക്കൻ നിർമ്മിത ട്രൈഡന്റ് അന്തർവാഹിനി വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇതിന്റെ വാർഹെഡുകൾ ബ്രിട്ടീഷ് നിർമ്മിതമാണെങ്കിലും ഈ മിസൈലുകൾ അമേരിക്കയിലാണ് നിർമ്മിക്കുന്നത്. നിലവിൽ അമേരിക്കൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയുമാണ് ഇവ ഉപയോഗിച്ചു വരുന്നത്. ഇവയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അമേരിക്ക തന്നെ മനസ്സ് വെക്കണം എന്നുള്ളത് ഉടക്കിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടന്റെ ചങ്കിടിപ്പിക്കുന്നതാണ്. ഇവ കൂടാതെ യൂറോപ്പിലുള്ള നിരവധി നൂതന അമേരിക്കൻ നിരീക്ഷണ രഹസ്യാന്വേഷണ വിമാനങ്ങൾ എല്ലാം തന്നെ അമേരിക്കൻ ആശയവിനിമയ ഉപഗ്രഹ സംവിധാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവയാണ്. അമേരിക്കൻ സഹകരണം അവസാനിപ്പിച്ചാൽ നിലവിൽ യൂറോപ്യൻ യൂണിയനും മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും ലഭിക്കുന്ന ഈ സേവനങ്ങളെല്ലാം അതോടെ നിലയ്ക്കും. ഈ സംവിധാനങ്ങളെല്ലാം തന്നെ അമേരിക്കൻ സഖ്യകക്ഷികളുടെ നിർണായക ഘടകങ്ങളാണ്. അതാകട്ടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷിയെ തന്നെയാണ് ഇല്ലാതാക്കുക. റഷ്യൻ ആക്രമണം ഭയക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും ബ്രിട്ടനും ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങളെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അതോടെ റഷ്യയെ സംബന്ധിച്ച് നിഷ്പ്രയാസം ഈ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.